ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രാവിലെ ഒരു കുട്ടി മോർണിംഗ് വാക്കിന് വന്നാണ്. ഇവിടെ ഇപ്പം നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. മാൽഡീവ്സിൽ മഴ പെയ്യുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുഴപ്പമില്ല, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇനി 2 ആക്ടിവിറ്റീസും കൂടിയാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഡിസ്കവർ സ്നോർക്കലിങ്ങും അതേപോലെ ജെറ്റ്സ്കിയാണ് ചെയ്യുന്നത്. ഡിസ്കവർ സ്നോർക്കലിംഗ് നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ ഈ ബീച്ച് സൈഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ജെറ്റ്സ്കിയും അതേപോലെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. മഴ കുറച്ചൊന്ന് കുറഞ്ഞു, പക്ഷെ സ്റ്റിൽ ചെറുതായിട്ട് മഴയുണ്ട്. പക്ഷെ എന്നാലും നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അപ്പം നമ്മളിപ്പം നമ്മുടെ പെൻഡിങ് ആയിട്ടുള്ള 2 ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ്. ജെറ്റ്സ്കിയും അതേപോലെ ഡിസ്കവർ സ്നോർക്കലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ നിൽക്കുന്ന വാട്ടർ വില്ലയുടെ ഒരു റൂം ടൂർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തുറക്കട്ടെ. സോ ഇതാണ് നമ്മൾ താമസിക്കുന്ന വാട്ടർ വില്ല. വാട്ടർ വില്ലയുടെ ഏറ്റവും ഒരു എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ദേ ഈ ഒരു ഹാമക്കാണ്. ഈ ഒരു ഹാമക്കിന്റെ മുകളിൽ നമ്മളിപ്പോൾ ബെഡ് കൊണ്ടിട്ടതാണ്. ഇതുപോലെയാണ് ഹാമക്ക് ഉള്ളത്. അപ്പോൾ ഇതിന്റെ മുകളിൽ നമ്മളിപ്പോൾ ബെഡ് കൊണ്ടിട്ടാണ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ നമുക്കിത് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് ഇങ്ങനെ പോവാം. ഇതിപ്പോൾ ഹൈ ടൈഡ് ആയതുകൊണ്ടാണ് വെള്ളം ഒരു 3 സ്റ്റെപ്പ് വരെയെങ്കിലും ഉള്ളത്. ലോ ടൈഡ് ആകുമ്പോൾ കുറച്ചുകൂടി താഴത്തേക്ക് പോകും. പിന്നെ അതേപോലെ നമുക്കിപ്പോൾ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഇവർ ചെയ്യുന്ന മാതിരി നമുക്ക് സ്നോർക്കലിംഗ് കിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും. സ്വിമ്മിങ് മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള സ്നോർക്കലിംഗ് കാര്യങ്ങളും കൂടെ അറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ തന്നെ സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റും. സോ റൂമിൽ നിന്ന് നേരെ വരിക, ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ പോവുക, നേരെ നമുക്ക് സ്നോർക്കലിംഗ് ഇതെല്ലാം ചെയ്യാം. ഇവിടെ അത്ര ഡെപ്ത് ഇല്ല, പക്ഷെ ചില സമയത്ത് ഹൈ ടൈഡ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യണം. പക്ഷെ നോർമലി ഇവിടെ അത്ര ഡെപ്ത് ഇല്ല. അതെ, അവർ സ്നോർക്കലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ സ്നോർക്കലിങ്ങിന് പോവുകയാണ്. അജയ്ക്ക് എവിടെ ചെന്നാലും യെല്ലോ ജാക്കറ്റ് തന്നെ വേണം. ഭാഗ്യത്തിന് ഇവിടെയും യെല്ലോ ഉണ്ട്. സ്നോർക്കലിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇക്ലാഷാണ് നമ്മുടെ കൂടെ വരുന്നത്. ഇതൊക്കെ എന്താ? എന്താണ്? ആന്റി ഫോഗിങ്ങിന് വേണ്ടിട്ടാ. ഇല്ലെങ്കിൽ വെള്ളം നിൽക്കുന്നെങ്കിൽ ഇത് അകത്ത് ഇതിൽ കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ അത് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് സ്നോർക്കലിങ്ങിന്റെ സാധനങ്ങളൊക്കെയായി ഫുൾ സെറ്റായിട്ട് പോവാണ്. ഇക്ലാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. അജയുടെ പണിയായുധങ്ങൾ. അജയ്ക്ക് ഫുള്ള് യെല്ലോ ആണ്. യെല്ലോ വെച്ചിട്ടുള്ള പണിയില്ല. ബൈ ദ വേ, ഇക്ലാഷ് മലയാളിയാണ് കേട്ടോ. ഇതൊക്കെ എന്തിനാ? എനിക്ക് വേണം. എന്തൊക്കെ സേഫ്റ്റി സാധനങ്ങളുണ്ടോ അതെല്ലാം എനിക്ക് വേണം. ആക്ച്വലി നമ്മുടെ കയ്യില് ഗോപ്രോ ഇല്ലായിരുന്നു. സോ നമ്മുടെ അവന്റെ പേര് ഗൻ ഗോപ്രോ ഒക്കെ തന്നിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സ്റ്റിക്കും വേണോ? സ്റ്റിക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ലോങ് എടുക്കാമല്ലോ, ഷൂട്ട് ചെയ്യാം. നമ്മുടെ ഗൺ മുത്താണ്, സൂപ്പറാണ്. നമുക്ക് ആദ്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ ക്ലോസ് ആയിരുന്നെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മറ്റേ ഇതിനൊക്കെ പോയായിരുന്നു, ഷാർക്ക് ആൻഡ് സ്നോർക്കലിംഗ് ഒക്കെ പോയായിരുന്നു. കാരണം ഇവൻ പറഞ്ഞു നമുക്ക് ഇവിടെ പോയി റീഫിൽ സ്നോർക്കൽ ചെയ്യാം, എന്നിട്ടൊന്ന് യൂസ്ഡ് ആയിട്ട് നമുക്ക് അവിടെ പോവാം. കാരണം അവിടെ പോയിട്ട് പാനിക് ആയി കഴിഞ്ഞാൽ നടുക്കടലിലാണ്, വേറെ തന്നെ ആൾക്കാർക്കും ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ അത് കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടൈമിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, പിന്നെ രാവിലെ മഴയൊക്കെ പെയ്തു. അപ്പൊ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഈ ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോവാം. പിന്നെ എന്തായാലും നമുക്കിത് തിരിച്ചു വരാൻ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ കാരണങ്ങൾ വേണമല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ കാരണം. റിയോ, ഇത് ഇവരുടെ പെറ്റാണ് കേട്ടോ. റിയോ എന്നാണ് ആളുടെ പേര്. പക്ഷെ ആളത്ര ഫ്രണ്ട്ലി എല്ലാം തോന്നുന്നു. വരുന്നില്ലേ നിന്റെ അടുത്ത്? കണ്ണു നോക്കണേ. He doesn't have anything to bite in. He does.
She wanna check it. നിങ്ങൾ ഫുൾ മാച്ചിങ് ആണ്, എല്ലാവരും യെല്ലോ. എവിടെ പണിസാധനങ്ങളെല്ലാം ആയിട്ട് ഞങ്ങളിതേ പോവാണ് സ്നോർക്കലിങ്ങിന്. എന്താവോ എന്തോ, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. തായ്ലൻഡിൽ ഒരു തവണ എങ്ങാനോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ, പക്ഷെ അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. അജയ് പോണ്ടിച്ചേരിയിൽ നിന്നാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അതെ, അജയുടെയും ഇക്ലാഷിൻ്റെയും ഒരു ഉറപ്പിൻ്റെ മുകളിലാണ് ഞാനിങ്ങനെ പോകുന്നത്. എന്താവോ എന്തോ. പക്ഷെ എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഉണ്ട്, ജെറ്റ് സ്കീ ഉണ്ട്. എനിക്ക് അത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഇത് പിന്നെ ഞാൻ അതെ ജെസ്കിയിൽ എനിക്ക് ധൂമച്ചേരി കളിക്കണം, അതാണ്. ഇത് പിന്നെ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, ട്രൈ ചെയ്യാം. സോ ഫോൺ ഞാൻ റിസപ്ഷനിൽ കൊടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ എൻ്റെ ഫോൺ വെള്ളത്തിൽ പോകും. പിന്നെ ഞാൻ ഇവിടെ റിസപ്ഷനിൽ കൊടുത്തിട്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവാം. രണ്ടുണ്ട്. കംഫർട്ട് ആണെങ്കിൽ പോവാം, പോണില്ലെങ്കിൽ നമ്മൾ ഷാലോ നിൽക്കും. ഞാൻ ഫിന്നിട്ടില്ല ഇതുവരെ, ഫസ്റ്റ് ടൈം ഫിന്നിടണം. എനിക്ക് പഠിക്കാൻ വേണ്ടിയില്ല. ആദ്യം തന്നെ ഈ വലിയ ഫിൻ കൊടുത്താലേ അത് കൊടുന്നു പോകും. നടക്കുമ്പോഴോ നടക്കാൻ പാടില്ലാത്താണ്. അതാ ഞാൻ ഈ സൈഡിൽ വന്നു, ലൈറ്റ് ഇവിടെ നിന്നോട്ടാണ്. ഇത് ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിത് ഇങ്ങനെ വേണം നടക്കാൻ. ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ബാക്കോട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ നമ്മൾ നോർമലി നടക്കുന്ന രീതിയിൽ നടക്കുമ്പോൾ ഈ മണ്ണിൽ തട്ടിയിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇല വന്ന് മുള്ള വീണാണ്, മുള്ള വന്ന ഇല വീണാണ് മുള്ളിനാണ് പ്രശ്നം. ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോൾ എപ്പോഴും ഈ അജയ് വളിപ്പുമായിട്ട് വരും. പറഞ്ഞിട്ട് കാര്യമില്ല. അജയ്ക്ക് പോണ്ടിച്ചേരി ഇതൊക്കെ ചെയ്തതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഓരോ ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ഇക്ലാഷ് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞാൻ ഫിൻ ഫസ്റ്റ് ടൈമാ, ഞാൻ ഫിൻ ഇട്ടിട്ടില്ല ഇതുവരെ. ആണോ? പക്ഷേ അല്ല ഫിൻ ഇട്ടിട്ടുണ്ട് സ്കൂബ ചെയ്യുമ്പോൾ. അത് പക്ഷേ അല്ല ഞാൻ ഇത് കാണുന്നതും ഇടുന്നതും ആദ്യമായിട്ടാണ്. ഇതിന് ഫിൻ ആണ് പറയാന്നുള്ളത് പോലും ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. സ്നോർക്കലിംഗ് എന്നുള്ളത് മാത്രമല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അത് എന്താണ്, അത് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ്. ശരിക്കും എനിക്ക് രജനീനെ മിസ് ചെയ്യുന്നത്. കാരണം രജനി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സ്നോർക്കലിംഗ് ചെയ്യാൻ. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ, അതായത് രജനിക്കും അജയ്ക്കുമാണ് ഇങ്ങനത്തെ പരിപാടികളോട് കൂടുതലും ആഗ്രഹമൊക്കെ ഉള്ളത്. രാവിലെ എഴുന്നേൽക്കാനും അത് പോയി അന്വേഷിക്കാനും എല്ലാം ചെയ്യാനൊക്കെ. എനിക്കും സ്ത്രീക്കും കുറച്ച് മടിയാണ്. കാരണം ഞങ്ങൾക്ക് പേടിയാണ്, അതാണ് സത്യം. ഇപ്പൊ കയാക്കിങ് തന്നെയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പേടിച്ചൊക്കെയാണ് ചെയ്തത്. അപ്പൊ അവർക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോയത്. 5 days പാക്കേജ് അവർ 3 days ആക്കിയിട്ട് അവർ നാട്ടിലേക്ക് പോയത്. അതുകൊണ്ടാണ്. ശരിക്കും ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ രജനിക്ക് ഭയങ്കര സന്തോഷിക്കും. ഞാൻ എൻ്റെ അടുത്ത് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂക്ക് പൊത്തിയിട്ടല്ലേ ചെയ്യണ്ടേ? മൂക്കിൽ കൂടെ വിടരുത്, ഇനി ഫുൾ വായിൽ കൂടെ. കുറച്ച് യൂസ്ഡ് ആക്ക്, വായിൽ കൂടെ ബ്രീത്ത് ചെയ്ത്, വായിൽ കൂടെ ബ്രീത്ത് ചെയ്ത് യൂസ്ഡ് ആക്കിയാൽ മതി. മൂക്കിൽ കൂടെ. If you're already on the surface, you can just clear the nose, put it back, blow it in. മനസ്സിലായി? And see first. This means okay, this means not okay. If you're not able to show this also, you can just come on the surface, remove snorkel, breathe, relax, and when you're good, you can go again. Okay? So this means a question as well as an answer. I'm asking you, are you okay? You have to show me the same if you're okay. If you're not okay, show this, then you can come up. Okay? So
സോ ബേസിക്സും കാര്യങ്ങളും എല്ലാം ഇക്ലാഷ് പറഞ്ഞു തന്നിട്ട് നമ്മളിതേ സ്നോർക്കലിംഗ് ചെയ്യാൻ പോവാണ്. നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡ്രോണിൽ വീഡിയോസും കാര്യങ്ങളും നമുക്ക് വേണ്ട കോണ്ടന്റ് എല്ലാം എടുത്തു തന്നത് ഗണ്ണാണ്. അപ്പം എനിക്കൊരു സപ്പോർട്ട് പോലെയാണ് അജയും വന്നത്. കാരണം എനിക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നെർവസ് ആയിരുന്നു ഈ സ്നോർക്കലിംഗ് ചെയ്യാൻ. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സ്നോർക്കലിംഗ് ചെയ്യണം. എന്താണ് ഈ കടലിൻ്റെ അടിയിൽ എന്നുള്ളത് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയും അതേപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ടൂർ ഗൈഡ് ഇക്ലാഷ് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ വന്നത്. അപ്പോൾ അവൻ ജസ്റ്റ് നമ്മളെ ഗൈഡ് ചെയ്യും. പിന്നെ അതേപോലെ ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് അവൻ ഫസ്റ്റ് സ്വിം ചെയ്യും. അവൻ്റെ പുറകെ നമ്മളിങ്ങനെ പോയാൽ മതി. അപ്പം എനിക്ക് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് അജയും ജോയിൻ ചെയ്തത്. സാധാരണ അജയ് ഒറ്റയ്ക്കാണ് സ്നോർക്കലിംഗ് ചെയ്യുക. ബിക്കോസ് അവന് നീന്താൻ അറിയുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഓരോ കോറൽസും പിന്നെ അതേപോലെ ഫിഷും എല്ലാം കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ വിചാരിച്ചതുപോലെയല്ലേന്നു. അപ്പം എനിക്ക് ബ്രീത്തിങ് ഒന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ബ്രീത്തിങ് ചെയ്യുന്ന പ്രോസസ്സായിട്ട് ഞാൻ യൂസ്ഡ് ആയി. അപ്പോൾ എനിക്ക് ബ്രീത്തിങ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ചങ്ങ് ഈ ഉള്ളോട്ടേക്ക് പോയ സമയത്ത് ഈ ഒരു ഡെപ്ത് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് പാനിക്കായി. അപ്പോൾ ഞാൻ ഇക്ലാഷിൻ്റെ അടുത്ത് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് വീണ്ടും സ്നോർക്കലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് ഡെപ്ത് കണ്ടപ്പോഴൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടിയൊന്നും വന്നില്ല. കാരണം ഞാൻ ഫുള്ളായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ സ്നോർക്കലിംഗ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെ സ്നോർക്കലിംഗ് ചെയ്ത ആൾക്കാർക്കോ ഞാനീ പറയുന്നത് കണക്റ്റ് ആവും. കാരണം കടലിൻ്റെ അടിയിലുള്ള ഈ ഒരു കോറൽസും പിന്നെ കുറേ കളർഫുൾ ആയിട്ടുള്ള ഈ മീനും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അങ്ങനെ പാനിക് ആവാനോ അല്ലെങ്കിൽ ഞാൻ സ്നോർക്കലിംഗ് ചെയ്യുകയാണെന്നോ പിന്നെ ഡെപ്ത് കാണുമ്പോൾ ഞാനൊന്ന് പാനിക്കാവോ അങ്ങനെയൊന്നുമില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എല്ലാം മറന്ന് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ കുറച്ചങ്ങ് സ്നോർക്കലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പം ഇക്ലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എവിടെയും ബ്രേക്ക് എടുക്കത്തില്ല, ത്രൂ ഔട്ട് നമ്മൾ ഇത് സ്നോർക്കലിംഗ് ചെയ്ത് പോവുകയാണ്. ബിക്കോസ് നമ്മൾ എവിടെയെങ്കിലും ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ കോറൽസ് നമ്മുടെ കാലിന് തട്ടും അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഇക്ലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് റെഡിയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. കടലിൻ്റെ അടിയിലുള്ള ഈ ഒരു കോറൽസും ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ ഞാൻ എല്ലാം മറന്നുപോയി. ശരിക്കും ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ മാതിരി ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്നോർക്കലിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിട്ടായിരുന്നു ഞാൻ സ്നോർക്കലിംഗ് ചെയ്യാൻ നിന്ന്. പിന്നെ അതേപോലെ സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് എനിക്ക് സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നല്ലൊരു ടൂർ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റും. നമുക്കതിൽ സ്വിമ്മിങ് അറിയണമെന്നോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് മാത്രം പറയല്ല, ശരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മാൽഡീവ്സിലെ വെള്ളം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കോറൽസ് ആണെങ്കിലും പിന്നെ അതേപോലെ മീനുകളെ ആണെങ്കിലൊക്കെ. പിന്നെ ദേ ഈ പോകുന്ന കളർഫുൾ അല്ലാത്ത ഈ വൈറ്റ് കളർ പോലെയുള്ള ഫിഷൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഹാപ്പിനെസിന്റെ ബ്ലിസ് ആണ്. അത് ഹാപ്പിനെസിന്റെ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഒട്ടും ഇഷ്ടമില്ലാതെയാ വന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അറിയാം എനിക്ക് ഭയങ്കര വിഷമായി. താഴെ വേറെ തന്നെ ഒരു ലോകമല്ലേ. എനിക്കത് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി. എനിക്ക് അറിയത്തില്ല എന്താ അത് ഇത്ര നാളും മിസ് ചെയ്ത സംഭവം ഇതായിരുന്നല്ലോ എന്ന് ആലോചിച്ചുള്ള സങ്കടം. അറിയത്തില്ല എനിക്ക് ഭയങ്കര പിന്നെ ഫൈനലി അത് ചെയ്തതിന്റെ ഹാപ്പിനെസിന്റെ സങ്കടം. എങ്ങനെയാന്ന് വെച്ചാൽ ഇമോഷൻ എങ്ങനെയാന്ന് വെച്ചാൽ അതങ്ങ് റിലീസ് ചെയ്തോ, കുഴപ്പമില്ല, നല്ലതാ. എനിക്ക് ഭയങ്കര സങ്കടമായി. അജയ് ഇതേ ജെറ്റ്സ്കി പഠിക്കാൻ പോവാണ്. എക്സൈറ്റഡാ? ഫസ്റ്റ് ടൈം ആണോ നീ ഇത് ഓടിക്കാൻ പോകുന്നത്? ഇക്ലാഷിനെയാണ് അജയനെയും ജെറ്റ്സ്കിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ സ്നോർക്കലിംഗ് കഴിഞ്ഞിപ്പോൾ വന്നതേ ഉള്ളൂ.
mind is telling you. കയാക്കിംഗ് ചെയ്തതാണ്, പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു തവണയും കൂടെ കയാക്കിംഗ് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് കയാക്കിംഗ് ചെയ്യുന്നത്. എപ്പോഴും അജയ് ഉണ്ടാവാറുണ്ട്, പക്ഷെ എനിക്കറിയത്തില്ല. എനിക്കിപ്പം മറ്റേ സ്നോർക്കലിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മറ്റേ വെള്ളത്തിൻ്റെ ഒരു പേടിയില്ല, കടലായിട്ടൊരു എന്തൊരു കണക്ഷൻ കിട്ടിയ മാതിരി. അപ്പം ഞാൻ ഒരു തവണയും കൂടെ കയാക്കിംഗ് ചെയ്യാൻ പോവാണ്, അതും ഒറ്റയ്ക്ക്. അങ്ങനെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞു. കയാക്കിങ്ങും സ്നോർക്കലിങ്ങും അതേപോലെ ജെറ്റ് സ്കീയും എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞു. സ്നോർക്കലിംഗ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, പിന്നെ എനിക്ക് ബീച്ചിലേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജെറ്റ് സ്കീ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കയാക്കിങ് ചെയ്യുമ്പോഴോ ഒക്കെ എനിക്കൊരു പേടിയില്ല. മേ ബി ആ വെള്ളത്തിനോടുള്ള ഒരു പേടി മാറിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു എനർജി കിട്ടിയ മാതിരിയാണ്. നാളെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 8 മണിക്കാണ് നമ്മുടെ ബോട്ട് വരുന്നത്, നമ്മുടെ പിക്കപ്പ് ട്രാൻസ്ഫർ ഉള്ളത്. അപ്പോൾ അവരിപ്പോൾ വന്ന് ലഗേജ് എല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് പോകും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ മാൽഡീവ്സ് പോവുകയാണ്. തിരിച്ച് 12 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വന്നിട്ട് കറക്റ്റ് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. സാധാരണ നമ്മളെപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യാറ്. നമ്മൾ തായ്ലൻഡ് ആണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു ചെയ്തത്. പക്ഷേ മാൽഡീവ്സ് നമ്മൾ നോക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ, പക്ഷേ പിന്നെ ഇപ്പോൾ ഇവിടെ വളരെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഹോട്ടൽസ് ആണെങ്കിലും ബുക്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സങ്കടമാണ് അജയുടെ മുഖത്ത്. ചോരില്ല കേട്ടോ, ചോരില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബൂബുക്കണ്ണനെ ആരോട്ടിനെയും കാണാം. ട്രാവൽ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് പിള്ളേരെ കാണുന്നതാണ്, അല്ലാതെ വീട്ടിൽ പോകുന്നതല്ല. അവിടെ പോയാൽ പിള്ളേരെ കാണാം, പിള്ളേരുടെ കൂടെ കളിക്കാൻ, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ടോസ്റ്റ്, പാൻ കേക്ക്, ക്രോസാൻഡ്, ചീസ്, മഷ്റൂം ചീസ്, എഗ്ഗ്, പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറേ കസ്റ്റാർഡ്സും പിന്നെ അതേപോലെ എന്താ യോഗേർട്ട്സൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. അജയ് ഇത് ഫുഡ് എടുത്ത് വരുന്നുണ്ട്. നമ്മളിതേ തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങളിതേ എയർപോർട്ടിലെത്തി. തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി സമയമെടുത്തു നമ്മുടെ ഇമിഗ്രേഷനും അതേപോലെ സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആവുമോ അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ 5 ഡേയ്സ് ഞങ്ങളുടെ മാൽഡീവ്സ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് കൊച്ചിയിലെത്തി. അതേപോലെ തന്നെ നമ്മുടെ മാൽഡീവ്സ് വ്ളോഗും ഇവിടെ കഴിയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.